താങ്കളുടെ അഭിപ്രായം. വിഷ്ണു കൂടി എന്നോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ വിഷ്ണു, ഈ പൂരം കലക്കിയത് BJPക്ക് വേണ്ടിയാണ് എന്നാണ് അൻവറിൻ്റെ ഒരു ആക്ഷേപം. അത് തൃശ്ശൂരിൽ BJPക്ക് ജയിക്കാൻ വേണ്ടി നടത്തിയ ഒരു നീക്കമാണ്. അപ്പോൾ ഈ ബന്ധത്തിൽ BJPയും ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം. അതിൽ എത്രമാത്രം വാസ്തവമുണ്ട്? PV അൻവറുടെ ആരോപണം ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. BJP വളരെ വ്യക്തമായി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും കൃത്യമായ പങ്കുണ്ട് എന്നുള്ള കാര്യം ഇടതുപക്ഷം എത്രയോ വട്ടം നിഷേധിച്ചാണ്. ഇപ്പോൾ CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ MLA തന്നെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്, ഇവിടെ ഒരു വലിയൊരു അധോലോക സംഘമുണ്ട്, ഇതിന് നേതൃത്വം നൽകുന്നത് ADGP MR അജിത് കുമാറാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിശ്വാസത്തിനാണ്, അദ്ദേഹം കൊട്ടേഷൻ സംഘങ്ങൾ. നിങ്ങൾ അതെല്ലാം വിശ്വസിക്കുന്നു, അത് നിങ്ങൾക്ക് വേണ്ടി പൂരം കലക്കിയ കാര്യം മാത്രം നിങ്ങൾ അല്ല, അതല്ല. അദ്ദേഹം അതിന് എന്ത് അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞത്? കാരണം പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ CPMൻ്റെ MLA ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്നുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വലിയ വിവാദമാണ് അദ്ദേഹം പറഞ്ഞത്. ഫോൺ ചോർത്തുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ ചോർത്തുന്നു. ഭരണഘടനാപരമായി 22-ാം അനുച്ഛേദം അനുസരിച്ച് ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശമായ സ്വകാര്യതയെ പോലും ലംഘിച്ചുകൊണ്ട് ഫോൺ ചേർത്തുന്നുവെന്ന് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു MLA പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. അദ്ദേഹവും ഫോൺ ചോർത്തി, മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിമാരുടെയും മറ്റ് നേതാക്കന്മാരുടെയും എല്ലാം ഫോൺ ചോർത്തി. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലൊരു ഫോൺ ചോർത്തൽ നടത്തുമെങ്കിൽ എന്ത് നിലപാടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത്? പെഗാസസ് വിഷയമടക്കം ഉണ്ടായപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയത് ഇടതുപക്ഷത്തിന്റെ MLA ആണ്. സ്വകാര്യതയെ ലംഘിക്കുന്നു, BJP ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ എവിടെ പോയി ഇടതുപക്ഷത്തിന്റെ MP ആയിരുന്ന ജോൺ ബ്രിട്ടാസ്? അദ്ദേഹത്തിന് മറുപടിയില്ലേ? ഇടതുപക്ഷം എന്തെയ്യുന്ന ഈ സമയം വരെ പ്രതികരിക്കാതിരുന്നത്? അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ തെറ്റായിരുന്നെങ്കിൽ കൃത്യമായി മറുപടി പറയാൻ CPMഉം മുഖ്യമന്ത്രിയും തയ്യാറാവണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ശരിയാണെന്ന് സമ്മതിക്കുക തന്നെയാണ് ഈ നിമിഷം പോലും പ്രതികരണം തരാത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ PV അൻവർ പുറത്തുവിടും എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് CPM മൗനത്തിലായിരിക്കുന്ന കാര്യത്തിൽ എന്നൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അധോലോക സംഘങ്ങളും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളും ഉണ്ടെന്ന് നേരത്തെ തന്നെ ശക്തമായ ആരോപണമുണ്ട്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി കേരളത്തിൽ മുഖ്യമന്ത്രി അവിടെ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ മൗന അനുവാദത്തോടെ ഇത്തരത്തിലുള്ള സംഘങ്ങൾക്ക് പ്രവർത്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനുമായുള്ള എല്ലാ സഹായവും വഴിവിട്ട സഹായവും ചെയ്യുന്നു എന്നുള്ള കാര്യവും കൂടി ഇപ്പോൾ ഭരണകക്ഷി MLA തന്നെ പുറത്തുവിട്ടിരിക്കുക. അഡ്വക്കേറ്റ് ബൽദേവ്, ഈ മുഖ്യമന്ത്രിയുടെ മൗനാനുവാദമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോൾ പുറത്തു വരുമ്പോൾ, അത് ഭരണകക്ഷിയുടെ ഒരു MLA തന്നെ ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഉടൻ പ്രതികരിക്കും എന്ന് കരുതേണ്ടതുണ്ടോ? അതോ ഇത് ലാഘവത്തോടെ എടുക്കും എന്നാണോ വിചാരിക്കേണ്ടത്? എങ്ങനെയാണ് അതിനെ സാമാന്യ ജനം നോക്കിക്കാണേണ്ടത്? അല്ല, ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ ചോദ്യവും BJP പ്രതിനിധിയുടെ മറുപടി എനിക്ക് രസം വന്നു. കാര്യം ഇദ്ദേഹം ചോദിച്ചത് പൂരം കലക്കിയതുമായി BJPക്കും MR അജിത് കുമാറിനും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിന് പിന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധം തുടക്കത്തിലും അവസാനവും പറഞ്ഞതാണ്. അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ ആ മറുപടി പറയാം. ഇടയ്ക്കിടപെടുകയാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പറയട്ടെ, ഒരു സെക്കൻഡ്, ഞാൻ ഒരു നിമിഷം താങ്കളിൽ നിന്ന് സമയം എടുക്കുന്നു. അത്തരത്തിൽ പൂരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കൂ. കേരളം ഭരിക്കുന്നത് ഞങ്ങളല്ലല്ലോ, CPM ആണ്, മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നേ. ഞങ്ങൾക്ക് യാതൊരു തെല്ലും ഭയവുമില്ല. അത്തരത്തിൽ മുഖ്യമന്ത്രിയോ CPMോ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ അതിന് കൃത്യമായ മറുപടി BJPയും കൃത്യമായി നൽകും. ആഭ്യന്തര വകുപ്പിന് ഏത് തരത്തിലുള്ള അന്വേഷണവും നടത്താം. അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. ഞാൻ പറഞ്ഞോട്ടെ വിഷ്ണു, അപ്പം എനിക്ക് വിഷ്ണുനോട് ചോദിക്കാനുള്ള ഒരു കാര്യം വരും. ഈ സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറഞ്ഞ് ഇവിടുന്ന് വരുന്നത് വിദേശത്തുനിന്ന് വരും, എയർപോർട്ട് വഴി വരും, എയർപോർട്ട് പ്ലെയിനിൽ വരുന്നു, എയർപോർട്ടിൽ ഇറങ്ങുന്നു, കസ്റ്റംസ് പരിശോധിക്കും. ഇതൊക്കെ വിഷ്ണുവിന്റെ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ കീഴിൽ വരുന്ന വകുപ്പല്ലേ? അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെങ്കിൽ അതിന്റെ വിഹിതം കസ്റ്റംസും എയർപോർട്ടും അതിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര ഡിപ്പാർട്ട്മെന്റുകളും വാങ്ങിക്കുന്നുണ്ട്. അത് വിഷ്ണു സമ്മതിക്കേണ്ടി വരും. അല്ലാതെ സ്വർണ്ണ എയർപോർട്ടിൽ ഇതിവിടെ മുമ്പ് സംസാരിച്ചവരും പറഞ്ഞല്ലോ, എയർപോർട്ടിൽ നിന്ന് എങ്ങനെ സ്വർണം പുറത്തു വരുന്നത്? എയർപോർട്ടിൽ കൊണ്ടുവരുന്ന ബാഗ് സ്കാൻ ചെയ്തവരെ അറിയാം, വയറ്റിൽ കിടന്നാൽ വരെ അത് കണ്ടുപിടിക്കും. ആ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും എയർപോർട്ടിൽ ഉണ്ടായിരിക്കുമ്പോൾ ആ എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസുകാരെയും എയർപോർട്ടിനെയും ഇന്ത്യൻ എംബസി വിദേശത്തു നിന്നുള്ള എല്ലാത്തിനെയും വെട്ടിച്ച് സ്വർണം വരുന്നെങ്കിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം അറിയുന്നു, പങ്ക് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ, ഇത് ഞാൻ അടുത്തേക്ക് വരാം. ഒരു കാര്യം വളരെ കറക്റ്റാണ്. എന്താണെന്നറിയോ, ഈ
പി വി അൻവറിന്റെ ഈ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്നതാണ്. പല ഗവൺമെന്റുകളെയും മറിച്ചിട്ടുള്ളത് പല ഉദ്യോഗസ്ഥർ ചില സമയത്ത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് ഓരോന്ന് ചെയ്യും. ആ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഗവൺമെന്റിനെതിരെ വരും. അതിന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലേ. പിന്നെ ഇവിടെ പി വി അൻവർ ഇന്ന് ഉച്ചയ്ക്ക് ഇതിനു ശേഷമുള്ള ചർച്ചയിൽ പറഞ്ഞ എന്താ, ഞാൻ എന്റെ പിതാവിന്റെ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നു, അദ്ദേഹത്തെ തകർക്കാൻ ഞാൻ അനുവദിക്കില്ല, അദ്ദേഹത്തെ തകർക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നത് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞതിലെ വിശ്വാസ്യത നമ്മൾ എടുക്കണം. അങ്ങനെ വിശ്വാസ്യത എടുക്കുമ്പോൾ പൊതുജനം അത് എടുക്കുക എന്നുള്ളതാണ്. കോടതി പോലും പറയുന്നുണ്ടല്ലോ, എവിഡൻസ് ആക്ട് 156 എന്താ പറയുന്നത്, റിലയബിലിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് നിയമപരമായ സാധു, അയാൾ റിലയബിൾ ആണോ ക്രെഡിബിൾ ആണോ. ഇവിടെ അൻവറിന്റെ ക്രെഡിബിലിറ്റിയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. കാര്യം അൻവറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായ ഒരു MLA ആണ്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് മറ്റെന്തോ ഒരു ടാർഗറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഹോം ഡിപ്പാർട്ട്മെന്റിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും ചേർത്തുകൊണ്ട് ഇത് പറയണമെന്നുണ്ടെങ്കിൽ പി വി അൻവറിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്, എന്റെ ഈ തെളിവുകളുണ്ട്, ഞാൻ സുപ്രീം കോടതി വരെ പോകും എന്നാണ് അദ്ദേഹം രണ്ടാമത് അഭിമുഖത്തിൽ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് അതിലൊക്കെ ഉപരിയായിട്ട് അൻവർ കമ്മ്യൂണിസ്റ്റുകാരനോ പാർട്ടിക്കാരനോ അല്ല, ഞങ്ങൾ പിന്തുണ കൊടുക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയുടെ ചട്ടക്കൂടിൽ നിൽക്കണമെന്നില്ല. ആ ചട്ടക്കൂടിൽ നിന്ന് എപ്പോ വേണമെങ്കിലും പുറത്തു പോകാം. അദ്ദേഹത്തിനെ പുറത്താക്കാനോ അകത്താക്കാനോ ഇടതുപക്ഷ മുന്നണിക്കോ CPM-നോ അധികാരമില്ല. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അത് നിങ്ങൾക്കും അന്വേഷിക്കാം. പത്രമാധ്യമങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ബാധ്യതയുണ്ടല്ലോ. നിങ്ങൾക്കും നിങ്ങളുമായിട്ട് അന്വേഷണം നടത്താം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരും. ശ്രീ